ഹായ്, ഹലോ. നമുക്കിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്കിയാലോ. വേണ്ടോ? വാട്ടുകപ്പയാണേ. ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത കേട്ടോ. അപ്പം നമുക്കിന്ന് വാട്ടുകപ്പയും മീൻകറിയാണേ. ഇത് ക്ലീൻ ചെയ്യാം കേട്ടോ. ക്ലീനാക്കി എടുത്തിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. തേങ്ങ നമുക്ക് പൊട്ടിച്ചെടുത്തു. ഇനി ചിരണ്ടി എടുക്കാം കേട്ടോ. 5-6 പച്ചമുളക് എടുക്കാം കേട്ടോ. കപ്പയ്ക്ക് നമുക്ക് അരപ്പ് ചേർക്കാം കേട്ടോ. അരമുറി തേങ്ങ ചിരണ്ടിയത്, മഞ്ഞൾപ്പൊടി, 3-4 പച്ചമുളക്, വെളുത്തുള്ളി, ചുവന്നുള്ളി, ജീരകം. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം കേട്ടോ. ഇത് കഴുകി ക്ലീൻ ചെയ്ത് കവറിനകത്ത് കെട്ടി ഫ്രിഡ്ജിൽ വെച്ചേക്കുന്നതാണ് കറിവേപ്പില. വാടി പോകാണ്ടൊക്കെ ഇല്ലേ, നമുക്ക് ആവശ്യമുള്ള കൊടുക്കാവേ. ചതക്കാട്ടോ. ഇനി നമുക്ക് എടുക്കാം കേട്ടോ. മിക്സിയുടെ ജാറിലിടാവേ. ജസ്റ്റ് ഒന്ന് ഒതുക്കിയാൽ മതി, ഒത്തിരി അരയണ്ട. കേട്ടോ. ഇത് നമ്മൾ കപ്പ കഴുകി വെച്ചിട്ടുണ്ട്. നമുക്ക് കുക്കറിലിട്ട് വേവിക്കാം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അടുപ്പത്ത് വയ്ക്കുമ്പോൾ നല്ല താമസം എടുക്കും. കുക്കറിലിട്ടിട്ട് അരപ്പ് ഒഴിച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാവേ. അരപ്പിടാവേ. അരപ്പ് നമുക്ക് ഇതിലേക്ക് ഇടാം കേട്ടോ. ഇനി ഇതിനകത്ത് തന്നെ ഒഴിക്കാൻ വാട്ടുകപ്പ ആയതുകൊണ്ട് വെള്ളം കുറച്ച് ചേർക്കണോ, അല്ലെങ്കിൽ ചിലപ്പോൾ കുക്കർ മിസൈൽ പോലെ പോകുവേ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം കേട്ടോ. കറിവേപ്പില കണ്ടാൽ പിന്നെ ഒരു ഭ്രാന്തുണ്ട്. പിന്നെ ഉപ്പ് ചേർക്കില്ല കേട്ടോ. ഉപ്പ് ചേർക്കാൻ മറന്നുപോയി. ഇതെല്ലാം കൂടെ ഇട്ടിട്ടേ നമുക്കൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാവേ. അപ്പോൾ ഉപ്പൊക്കെ എല്ലായിടത്തും കറക്റ്റായിട്ട് പിടിച്ചോളും. ഓക്കെ, നമുക്ക് കുക്കർ അടച്ച് വയ്ക്കാവേ. ഇതുണ്ടല്ലോ, 1 കിലോ ശർക്കര നമ്മളൊരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടേക്കുന്ന കേട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അവലോസുണ്ട ഉണ്ടാക്കാം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട്. ഓക്കെ, ഈ കൂടെ നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം കേട്ടോ. കുറച്ച് സമയം ലാഭിക്കാമല്ലോ, അല്ലെങ്കിൽ നല്ല സമയം എടുക്കും. കുക്കർ നമുക്ക് തുറക്കാം കേട്ടോ. നമുക്കേ ഇതിലേക്ക് കുടഞ്ഞിടാവേ. നൈസായിട്ട് പണി കിട്ടിയിട്ടുണ്ട്. വെള്ളം വയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പം ഞാൻ വെച്ച വെള്ളം ഇച്ചിരി കുറഞ്ഞു പോയി. അതുകൊണ്ട് നമ്മുടെ കുക്കർ നല്ല സെറ്റപ്പായിട്ട് സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. ഇനി ഇത് ഞാൻ വിളിപ്പിക്കൽ എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഇത് നമുക്കിനി മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാവേ. കരിഞ്ഞതൊക്കെ കളഞ്ഞു കേട്ടോ. കരിഞ്ഞതൊക്കെ വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട്. അത് പോട്ടെ. അപ്പം നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല. പാചകമല്ലേ, അങ്ങനെയൊക്കെ പലതും സംഭവിക്കും. പോരായോ? വാട്ടുകപ്പ മീൻകറി കേട്ടോ. വാട്ടുകപ്പ നമ്മൾ കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഉപ്പുണ്ടോ നോക്കിയല്ലോ. പാകത്തിന് ഉപ്പുണ്ട് കേട്ടോ. ഞാൻ ഓർത്ത് കരിഞ്ഞതുകൊണ്ട് ഇതിന് അടുക്കി പിടിച്ച ടേസ്റ്റ് വരുന്നു കേട്ടോ. പക്ഷെ അതൊന്നുമില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്കുണ്ടല്ലോ, ഇതിപ്പോൾ ഞാൻ ഇത്ര ചെയ്യുന്നുള്ളൂ. വേവിച്ച് കഴിഞ്ഞു. മീൻകറി കൂട്ടി കഴിക്കാനാണല്ലോ. അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ കടുക് തളിച്ച് ചേർക്കാം കേട്ടോ.
വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് തളിച്ച് ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ അതൊന്നും ചെയ്യുന്നില്ല, ചുമ്മാ ഇങ്ങനെ വേവിച്ചെടുക്കുന്നേ ഉള്ളൂ കേട്ടോ. 4 ഗ്ലാസ് കട്ടൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് വാട്ടുകപ്പയും മീൻകറിയും കട്ടൻ ചായയും. പിന്നെ ഇന്ന് ഇവിടെ പാലില്ലാത്തതൊന്നും അല്ല, നിങ്ങൾ അങ്ങനെ വിചാരിക്കും. കട്ടൻ ചായ കുടിക്കാട്ടോ നമുക്ക്. ഓക്കെ, പഞ്ചസാര ഇടാവേ. ഞാൻ ഇവിടെ പഞ്ചസാര ഇട്ടാട്ടോ തിളപ്പിക്കുന്നത്. ഞാൻ ഇവിടെ കാപ്പിക്കകത്ത് പഞ്ചസാര ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ പഞ്ചസാര ഇട്ടാണ് തിളപ്പിക്കുന്നത്. നിങ്ങളെങ്ങനെയാണ് തിളപ്പിക്കുന്നത് എനിക്കറിയില്ല, ഞാനെങ്ങനെയാണ് ചെയ്യാം കേട്ടോ. കടും ചായക്കുള്ള വെള്ളം തിളച്ചിട്ടുണ്ടേ, പൊടി ഇടാട്ടോ. വെള്ളം തിളച്ചിട്ടാണ് പൊടി ഇടുന്നത്, അല്ലെങ്കിൽ പിന്നെ ആ പൊടിയുടെ ഒരു വല്ലാത്തൊരു ഇത് വരും, കുത്തൽ വരും. നമുക്കേ കട്ടൻ ചായ ആയതുകൊണ്ട് പാൽ ചായ അടിക്കുന്നതൊക്കെ ഒന്ന് അടിച്ചെടുത്ത് നിർവൃത്തി അടയാം. ഇത് പൊടി ഇട്ട് അപ്പം തന്നെ ഊറ്റിയെടുക്കും കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര ഒരു ചോര വരും, എനിക്കിഷ്ടമല്ല. ചായ ഒഴിച്ചെടുക്കാവേ. പൊടിയെല്ലാം കണ്ടോ അടിയിലേക്ക് പോയ കണ്ടോ, അരിപ്പൊന്നും വേണ്ട, എല്ലാം അടിയിലേക്ക് പോയിട്ടുണ്ടേ. പിന്നെ പണ്ടൊക്കെ അമ്മയുടെ അച്ഛനും അമ്മയൊക്കെ പറയായിരുന്നു, മട്ടൊക്കെ അറിയാണ്ട് ഗ്ലാസ്സിലെങ്ങാനും മട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ മാറ്റി വയ്ക്കാം. മട്ട് വന്നു, അപ്പോൾ കുറേ മട്ട് പിടിച്ചാൽ മുട്ടനാവും പറയും. ഇതിൽ നമുക്ക് മട്ട് പിടിച്ച് മുട്ടനാവണ്ട കേട്ടോ. നമുക്ക് കഴിക്കാൻ എടുക്കാം. പിന്നെ പ്ലേറ്റ് കണ്ട് ഞെട്ടണ്ട, എനിക്ക് ഇച്ചിരി കഴിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ കുഞ്ഞ് പ്ലേറ്റ് എടുത്തേക്കുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ? നമുക്ക് കഴിക്കാൻ കേട്ടോ. ഇനി നമുക്ക് മീൻകറി എടുക്കാം കേട്ടോ. മീനകത്തേക്ക് അരപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മുറിച്ചിട്ടാട്ടോ കറി വെച്ചേക്കുന്നത്. കണ്ണയിലയാണേ. ചാറൊഴിക്കാം. ഇനി നമുക്ക് ഈ കൂടെ ഉണ്ടല്ലോ ഒരു മീൻ വറുത്തതും കൂടെ എടുക്കാവേ. കട്ടൻ ചായ ഒഴിച്ചെടുക്കാവേ നമുക്ക്. ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ, മോന് വേണ്ടിയിട്ടാണ്. എന്നാലും ഞാൻ കഴിച്ചു നോക്കാവേ. ക്യാമറമാൻ വേണോ? ക്യാമറമാൻ വേണോ? ക്യാമറമാൻ വാ തുറക്കൂ. സൂപ്പറാണോ? സൂപ്പർ. ശ്രീകുട്ടനാ, ശ്രീകുട്ടാ വാ വാ, ഇവിടെ കഴിച്ചോട്ടോ. ബാലാമറ്റം സിവിച്ചൻ സുരേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ഏകദേശം 1 ലക്ഷത്തോളം രൂപ വിലയിരുന്ന വിവിധ കഷണങ്ങളായി മുറിച്ച 7 കിലോ ചന്ദനമുട്ടികളാണ് കണ്ടെത്തിയത്. മുന്തിരിമയിലെ